അമേരിക്കയുടെ അന്ത്യത്തെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ? ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ രാത്രിയിൽ ബാബിലോണെയും ഒരൊറ്റ തലമുറയിൽ തന്നെ റോമിനെയും ഒരൊറ്റ ന്യായവിധിയിൽ ഇസ്രായേലിനെ നശിപ്പിച്ച അതേ പാതയിലൂടെയാണ് ഇപ്പോൾ അമേരിക്ക നടക്കുന്നത്. അതേ പാപത്തെയാണ് അവർ ചെയ്യുന്നത്. 200 വർഷത്തിലേറെയായിട്ട് അമേരിക്ക വലിയ ഉയർച്ചകളിലേക്ക് മനുഷ്യ ചരിത്രത്തിലെ ഏതൊരു സാമ്രാജ്യത്തെക്കാളും വളരെ വേഗത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. 13 ദുർബലമായ കോളനികളിൽ നിന്ന് ലോകത്തിലെ ഏക സൂപ്പർ പവറായി അത് മാറി. എല്ലാ ഭൂഖണ്ഡങ്ങളും ഈ സൈന്യത്തെ ഭയക്കുന്നുണ്ട്. ഡോളറാണ് ആഗോള വിപണികളെ ഭരിക്കുന്നത്. കോടിക്കണക്കിന് ജീവിതങ്ങളെ പുനർനിർമ്മിക്കുന്ന ഒരു സംസ്കാരമാണത്. ചരിത്രത്തിലെ ഒരു സാമ്രാജ്യവും ഇത്ര വലിയ ശക്തിയോടെ ഇത്ര വേഗത്തിൽ ഉയർന്നു വന്നിട്ടില്ല. എന്നിരുന്നാലും ഇതിനു മുമ്പുണ്ടായിരുന്ന മറ്റെല്ലാ വലിയ സാമ്രാജ്യങ്ങളും, അതായത് ബാബിലോൺ, ഗ്രീസ്, റോം, ഇവരൊന്നും ഒരിക്കലും വീഴില്ലെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ന്യായവിധിയുടെ ഭാരത്താൽ ഈ രാജ്യങ്ങളെല്ലാം തകർന്നു വീണു. ദാനിയേൽ 5-ാം അധ്യായം 27-ാം വാക്യത്തിൽ ബാബിലോണെ കുറിച്ച് പറയുന്നുണ്ട്, അങ്ങയെ ത്രാസിൽ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അന്ന് രാത്രിയിൽ തന്നെ ആ സാമ്രാജ്യം വീണു. അമേരിക്കയുടെ അന്ത്യവും ഇതേപോലെ മുദ്രവെച്ച് കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചാ, ഇപ്പോ ഈ സമയത്ത് എല്ലാ പുരാതന രാജ്യങ്ങളുടെയും അന്ത്യം അടയാളപ്പെടുത്തിയ അതേ പാപങ്ങൾ, ധാർമ്മിക തകർച്ച, മത്സരം, അഹങ്കാരം, എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഇപ്പോൾ അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അമേരിക്ക വീണു കഴിഞ്ഞാൽ അത് പ്രസിഡന്റുമാരെയും രാഷ്ട്രീയക്കാരെയും മാത്രമല്ല ബാധിക്കുന്നത്, അത് ലോകത്തെ മുഴുവനും ബാധിക്കും. രാഷ്ട്രങ്ങളെല്ലാം അബദ്ധത്തിലല്ല വീഴുന്നത്, അങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് വീഴുന്നത്. ദൈവത്തിന്റെ രൂപകൽപ്പന ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് വീഴും. ഈ വീഡിയോയിൽ ഉയർന്നു വരുന്ന രാഷ്ട്രങ്ങളെക്കുറിച്ച് ദൈവം നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ തലമുറയിൽ അതേ വെളിപ്പാടുകൾ എങ്ങനെ ആവർത്തിക്കപ്പെടുന്നു എന്നും നമുക്ക് നോക്കാം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി രാഷ്ട്രീയം മാത്രമല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അത് പ്രവചനാത്മകമാണ്. ആദ്യം ഈ അമേരിക്ക എങ്ങനെ ഒരു രാജ്യമായി എന്ന് നമുക്ക് നോക്കാം. കാരണം ഒരു രാജ്യത്തിന്റെ അടിസ്ഥാനം തന്നെ പലപ്പോഴും അതിന്റെ അന്ത്യം വെളിപ്പെടുത്തുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ അടിസ്ഥാനത്തെക്കുറിച്ച് നാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയ നേട്ടങ്ങളോ പണത്തിനോടുള്ള ആഗ്രഹങ്ങളോ ഒന്നും കണ്ടെത്താൻ പറ്റില്ല. എന്നാൽ നല്ല ആഴമേറിയ ഒരു ദർശനത്തെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. 1620-ൽ മനസ്സ് തുറന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊതിച്ച ഒരു കൂട്ടം ഇംഗ്ലീഷ് പ്രതിഷേധക്കാരെ, അവരെ പ്യൂരിറ്റൻസ് എന്നാണ് പറയുന്നത്, അവരെ വഹിച്ചുകൊണ്ട് മെയ്ഫ്ലർ എന്നൊരു ചെറിയ തടിക്കപ്പൽ അറ്റ്ലാന്റിക് കടൽ കടന്നു. ഈ തീർത്ഥാടകർ സമ്പത്തുണ്ടാക്കാനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല ഒരു സ്ഥലം അന്വേഷിച്ചത്. ബൈബിൾ സത്യത്തിൽ അടിസ്ഥാനമാക്കി ഒരു സമൂഹം കെട്ടിപ്പടുക്കാനായിട്ട് ഒരു സ്ഥലം അവർ അന്വേഷിക്കുകയായിരുന്നു. അവരുടെ ഹൃദയങ്ങളിൽ അമേരിക്ക എന്ന് പറയുന്നത് ദൈവവുമായി ഉടമ്പടി ചെയ്ത രാഷ്ട്രമായിരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. സർവശക്തനുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യാൻ ഇസ്രായേൽ ജനം ഒരു സമയത്ത് സീനായ് പർവ്വതത്തിൽ നിന്നതുപോലെ അവരും സ്വർഗവുമായി ഒരു പവിത്രമായ പങ്കാളിത്തം സ്ഥാപിക്കുമെന്ന് അവർ വിശ്വസിച്ചു. 10 വർഷത്തിനു ശേഷം ഗവർണർ ജോൺ വിൻത്രോപ്പിന്റെ നേതൃത്വത്തിൽ അടുത്ത കൂട്ടം പ്യൂരിറ്റന്മാർ കപ്പൽ കയറി. അവർ ന്യൂ ഇംഗ്ലണ്ട് തീരത്ത് എത്തിയ സമയത്ത് വിൻത്രോപ്പ് ഒരു പ്രസംഗം ചെയ്തു. അത് അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ പ്രസ്താവനകളിൽ ഒന്നായി മാറി. അതാണ് ക്രിസ്തീയ ചാരിറ്റിയുടെ ഒരു മാതൃക. ദൈവം അവരെ ഒരു പ്രത്യേക ദൗത്യത്തിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം തന്റെ സഹകുടിയേറ്റക്കാരോട് പറഞ്ഞു. നാം മലമുകളിലുള്ള പട്ടണം പോലെയാകും, എല്ലാവരും നമ്മെ വളരെ ശ്രദ്ധയോടെ നോക്കി നിൽക്കും എന്ന് പറഞ്ഞ് മത്തായി 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുവിന്റെ വാക്കുകൾ അദ്ദേഹം പറയുമായിരുന്നു. വിൻത്രോപ്പിന്റെ ദർശനം വ്യക്തമായിരുന്നു. അമേരിക്ക വെറുമൊരു രാഷ്ട്രമാകാൻ പാടില്ല, അത് ദൈവത്തിന്റെ സത്യത്തിന് ദൃശ്യമായ ഒരു ഉദാഹരണമായിരിക്കണം എന്ന്. അവിടെയുള്ള ജീവിതവും നിയമങ്ങളും സംസ്കാരവും ലോകത്തിന് ക്രിസ്തുവിന്റെ വെളിച്ചം പ്രതിഫലിക്കുന്ന ഒരു രാഷ്ട്രമായിരിക്കണം എന്ന്. ഈ ദർശനത്തിന്റെ കൂടെ തന്നെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അവർ വിശ്വസ്തരാണെങ്കിൽ ദൈവം അവരെ അനുഗ്രഹിക്കും. പക്ഷേ അവർ പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാപങ്ങൾ രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കപ്പെടും. ഈ ഉടമ്പടി ആദ്യകാല അമേരിക്കയെ ആഴത്തിലുള്ള രീതിയിൽ രൂപപ്പെടുത്തി. അവിടെ നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ മനുഷ്യരെഴുതിയതല്ല, അത് 10 കൽപ്പനകളിൽ നിന്ന് നേരിട്ടെടുത്തതാണ്. വ്യഭിചാരം, കൊലപാതകം, മോഷണം, വിഗ്രഹാരാധന, ദൈവദൂഷണം, ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ശിക്ഷിക്കപ്പെട്ടത് എന്തോ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന കാരണത്തിന് മാത്രമല്ല, മറിച്ച് അത് ദൈവത്തിന്റെ നിയമം ലംഘിച്ചതുകൊണ്ടുമാണ്. ആദ്യകാല നീതിന്യായ വ്യവസ്ഥ മനുഷ്യരെക്കാൾ ഉയർന്ന ഒരു അധികാരത്തെ അംഗീകരിച്ചു. വിശ്വാസവും നീതിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതില്ലാത്ത ഒരു നീതിന്യായ വ്യവസ്ഥയും അവിടെ ഇല്ലായിരുന്നു. ബൈബിളിനെ ധാർമ്മികതയുടെ സാർവത്രിക മാനദണ്ഡമായി കണക്കാക്കിയിരുന്നത് കൊണ്ട് സഭയും കോടതി മുറിയും തമ്മിൽ വൈരുദ്ധ്യമില്ലായിരുന്നു. ഈ ആത്മീയ അടിത്തറയുടെ സ്വാധീനം വിദ്യാഭ്യാസത്തിലേക്കും വ്യാപിച്ചു. സുവിശേഷം ചെയ്യുന്ന പുരോഹിതന്മാരെ പരിശീലിപ്പിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ് രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ ചില സർവകലാശാലകൾ ആദ്യം സ്ഥാപിച്ചത്. 1636-ൽ സ്ഥാപിച്ച ഹാർവർഡ് കോളേജിന് വ്രാറ്റ്സ്ക്രിസ്തോ ക്ലി എ എന്ന മുദ്രാവാക്യം തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ക്രിസ്തുവിനും അദ്ദേഹത്തിന്റെ സഭയ്ക്കും വേണ്ടിയുള്ള സത്യം എന്നാണ്. യേൽ, പ്രിൻസ്റ്റൺ സർവകലാശാലകളും അതേ പാത തന്നെ പിന്തുടർന്നു. വിദ്യാർത്ഥികൾ യഥാർത്ഥ ഭാഷയിൽ തന്നെ ബൈബിൾ പഠിക്കാൻ വേണ്ടി
ഗ്രീക്ക്, ലാറ്റിൻ, ഹീബ്രു എന്ന ഭാഷകൾ പോലും അവിടെ പഠിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസം വ്യക്തിപരമായ വിജയത്തിലേക്കുള്ള ഒരു മാർഗമായിട്ടല്ല, മറിച്ച് ദൈവരാജ്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മാർഗമായിട്ടാണ് അവർ കണക്കാക്കിയത്. ബൈബിളിനോടുള്ള ഈ പ്രതിബദ്ധത സ്കൂളുകളിലോ പള്ളികളിലോ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു കാര്യമല്ലായിരുന്നു. അത് മുഴുവൻ രാജ്യത്തെയും രൂപപ്പെടുത്തി. 1816 എല്ലാ വീട്ടിലും ഒരു ബൈബിൾ ഉണ്ടാകണം എന്ന ആശയത്തിലാണ് അമേരിക്കൻ ബൈബിൾ സൊസൈറ്റി സ്ഥാപിതമായത്. വിപ്ലവ യുദ്ധകാല സമയങ്ങളിൽ പോലും ബൈബിൾ അച്ചടിക്കാനായിട്ട് കോൺഗ്രസ് അംഗീകാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ രാജ്യം ദൈവമില്ലാതെ അതിജീവിക്കാൻ പറ്റില്ല എന്ന് അവർക്കറിയായിരുന്നു. അമേരിക്ക എന്ന ഈ രാജ്യം പലരും വിശ്വസിച്ചിരുന്നത് ഇസ്രായേലിനെ മാറ്റി സ്ഥാപിക്കുക എന്നല്ല, മറിച്ച് ലോകത്തിന് സുവിശേഷത്തിന്റെ വെളിച്ചം പ്രകാശിപ്പിക്കണം എന്നാണ്. നേതാക്കളും പുരോഹിതന്മാരും സാധാരണ പൗരന്മാരും ഒരേപോലെ ദൈവിക വിളിയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നത് ഒരു മുദ്രാവാക്യമായിരുന്നു അവിടെ. അത് ഒരു ദേശീയ ഗാനം പോലെയായിരുന്നു. എന്നും പറഞ്ഞ അമേരിക്ക ആത്മീയതയിൽ പൂർണ്ണതയുള്ളൊരു ദേശമല്ലായിരുന്നു. അതിന്റെ ആദ്യകാലം മുതൽ അടിമത്തം, അനീതി തുടങ്ങിയ പാപങ്ങളുമായി അത് പോരാടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അതിനെ അതുല്യമാക്കിയത് ഈ പൂർണ്ണതയല്ല, മറിച്ച് ജീവിതത്തിന് ദൈവവചനം മാത്രമാണ് ഉറപ്പായ വഴികാട്ടി എന്ന ബോധ്യമായിരുന്നു. ഇത്രയേ ഉള്ളൂ. അമേരിക്ക ദൈവത്തെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അത് അഭിവൃദ്ധി പ്രാപിക്കും. അത് ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ വീഴും. ഇനി നാം ചോദിക്കേണ്ട ഒരു ചോദ്യം, ഒരു രാജ്യം ദൈവത്തിന്റെ ഉടമ്പടി മറന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മലമുകളിൽ വെച്ചിരുന്ന പ്രകാശം മങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അമേരിക്ക സ്ഥാപിക്കപ്പെട്ട സമയത്ത് ദൈവത്തിന്റെ നിയമങ്ങൾ അതിന്റെ അടിസ്ഥാനമായിരുന്നു. എന്നാൽ ഇന്ന് പലരും അത് അംഗീകരിക്കുന്നില്ല എന്നതാണ് സത്യം. ദൈവത്തോട് എങ്ങനെ വിശ്വസ്തരായിട്ട് ഇരിക്കുന്നോ അതനുസരിച്ച് രാഷ്ട്രങ്ങൾ ഉയരുകയും താഴുകയും ചെയ്യുമെന്ന് ലോക ചരിത്രം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അമേരിക്ക എന്ന രാജ്യം നിർമ്മിക്കപ്പെട്ടത് ഒരു ദിവ്യ ഉദ്ദേശത്തിന് വേണ്ടിയാണ്. അത് വിശ്വസ്തത പുലർത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് പ്രകാശിക്കും. അഥവാ അത് മത്സരിക്കുകയാണെങ്കിൽ പ്രകാശം മങ്ങിപ്പോകും, ന്യായം വിധിക്കപ്പെടും. അമേരിക്കയുടെ അടിത്തറകൾക്കപ്പുറം നോക്കിക്കഴിഞ്ഞാൽ ഈ രാഷ്ട്രം ദൈവത്തിന്റെ കൈകളിലെ ഒരു ആഗോള ഉപകരണമായി മാറിയത് എങ്ങനെ എന്നത് നമുക്ക് കാണാൻ പറ്റും. ബൈബിളിൽ വേറൂന്നിയവരായിട്ട് മാത്രമല്ല, സുവിശേഷ ഘോഷണത്തിന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരായിട്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മാറി. പക്ഷേ അമേരിക്ക ഇപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കീഴിൽ തന്നെയാണോ, അതോ അതിന്റെ അന്ത്യവും അല്ലെങ്കിൽ അതിന്റെ വീഴ്ചയും തുടങ്ങിക്കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചാൽ വീഡിയോ തുടർന്ന് കാണുക, നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും. അമേരിക്ക ഇസ്രായേലിനെ സംരക്ഷിക്കുന്നുണ്ട്, എങ്കിലും അതിന്റെ ധാർമ്മിക അടിത്തറ അകത്തു നിന്ന് തന്നെ തകർന്നുകൊണ്ടിരിക്കുന്നു. ഒരു സമയത്ത് ബൈബിൾ അച്ചടിച്ച അതേ രാഷ്ട്രം ഇപ്പോൾ അതിനെ വിലക്കുന്നുണ്ട്. പല രാജ്യങ്ങൾക്കും മിഷണറിമാരെ അയച്ച അതേ രാജ്യം ഇപ്പോൾ സകല രാജ്യങ്ങളുമായിട്ട് കലഹിക്കുന്നു. കർത്താവ് ഇപ്രകാരം പറയുന്നു എന്ന് പ്രസംഗിച്ചിരുന്ന അതേ സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ സംസ്കാരം ഇങ്ങനെ പറയുന്നു എന്ന് മാറി. ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല, പല ഘട്ടങ്ങളായി സംഭവിച്ചതാണ്. 1962 രാജ്യത്തിന്റെ ആദ്യ തകർച്ച തുടങ്ങി. പ്രാർത്ഥന ഇനി വേണ്ട. കുഞ്ഞുങ്ങൾ രാവിലെ എഴുന്നേറ്റതിനു ശേഷം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് രക്ഷകർത്താക്കൾ നിർബന്ധിക്കരുത് എന്ന് കോടതി വിധിച്ചു. ആദ്യമായി സൃഷ്ടാവിനെ തന്നെ ഔദ്യോഗികമായി ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കി. അതിനുശേഷം 1973 റോ വി വാഡെ എന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. കോടതി രാജ്യവ്യാപകമായി ഗർഭചിത്രം നിയമവിധേയമാക്കി. ഈ ഒരു തീരുമാനത്തെ എല്ലാവരും കൊട്ടി ആഘോഷിച്ചു. ആ ദിവസം മുതൽ ഔദ്യോഗിക കണക്കനുസരിച്ച് 6 കോടി ഗർഭചിത്രം സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഒരു സമയത്ത് പ്രഖ്യാപിച്ചിരുന്ന രാഷ്ട്രം ഞങ്ങളിൽ തന്നെ സ്വയം വിശ്വസിക്കുന്നു എന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, അമേരിക്കയുടെ അന്ത്യം ഉറപ്പാണെങ്കിൽ അതിനെക്കുറിച്ച് ബൈബിളിൽ പറയാത്തതിന്റെ കാരണം എന്താണ്? ബൈബിൾ പ്രവചനത്തിൽ എവിടെയാണ് അമേരിക്കയെക്കുറിച്ച് പറയുന്നത്? ബാബിലോൺ, പേർഷ്യ, ഗ്രീസ്, റോം എന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈജിപ്റ്റ്, സിറിയ, പല ദ്വീപുകളെക്കുറിച്ച് പോലും പറയുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അതിന്റെ കാരണം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ബൈബിൾ പണ്ഡിതന്മാർ 3 പ്രധാന സിദ്ധാന്തങ്ങളാണ് പറയുന്നത്. ആദ്യത്തേത്, അമേരിക്ക മഹാനഗരമായ ബാബിലോൺ. വെളിപ്പാട് 17-18 അധ്യായങ്ങളിൽ സമ്പത്ത്, അഴിമതി, ആഗോള സ്വാധീനമുള്ള ഒരു നഗരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് മഹാനഗരമായ ബാബിലോൺ. ആഡംബരം കൊണ്ട് നിറഞ്ഞ, പാപം ധൈര്യത്തോടെ ചെയ്യുന്ന, സത്യത്തെ പീഡിപ്പിക്കുന്ന അമേരിക്കയാണ് ഇന്നത്തെ ആ ദേശമെന്ന് പല ബൈബിൾ പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബൈബിൾ അതിന്റെ അന്ത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിയിലെ വ്യാപാരികളെല്ലാം കരയും, വിലപിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ അത് അമേരിക്ക തന്നെ ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ന്യായവിധി എപ്പോഴാണ് എന്നൊക്കെ ചോദിച്ചാൽ ബൈബിളിൽ തന്നെ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തേത്, തർശീഷിലെ യുവസിംഹങ്ങൾ. യെഹെസ്കേൽ 38 അധ്യായത്തിൽ പ്രവാചകൻ ഷേബയും ദേദാനും തർശീഷിലെ വ്യാപാരികളും അവിടെയുള്ള എല്ലാ ഗ്രാമങ്ങളും ഇസ്രായേൽ ആക്രമിക്കപ്പെടുന്ന സമയത്ത് അതിന്റെ കൂടെ നിൽക്കുന്നതായിട്ട് വിവരിക്കുന്നുണ്ട്.
ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് തർഷീഷ് എന്ന് പറയുന്നത് പഴയ യൂറോപ്യൻ ശക്തികളെയാണ് സൂചിപ്പിക്കുന്നതെന്നും അതിൻ്റെ കൂടെയുള്ള സിംഹങ്ങൾ, അതായത് ഗ്രാമങ്ങൾ, അതിൻ്റെ സന്തതികളെ, അതായത് കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ പറയുന്ന അമേരിക്ക യുദ്ധങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് അതിൽ പങ്കുചേരുന്നില്ല, വെറുതെ നിരീക്ഷിക്കുന്നതേ ഉള്ളൂ, ഇടപെടുന്നില്ല, വെറുതെ കാണുന്നതേ ഉള്ളൂ. അതിന് ഇടപെടാൻ ശക്തിയില്ല. സൂപ്പർ പവർ എന്ന സ്ഥാനത്ത് നിന്ന് ആ രാജ്യം വെറും കാഴ്ചക്കാരനായി ചുരുങ്ങി. മൂന്നാമത്തത്, അമേരിക്ക എതിർ ക്രിസ്തുവിൽ ലയിച്ച വ്യവസ്ഥ. വെളിപ്പാട് 13-ാം അധ്യായത്തിൽ ഒരു ആഗോള ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ രാഷ്ട്രങ്ങളും കീഴടങ്ങുന്ന ഒരു മൃഗം. ഇത് സംഭവിക്കണമെങ്കിൽ അമേരിക്കയുടെ പരമാധികാരം കീഴടങ്ങിയേ പറ്റൂ. അതിൻ്റെ ഭരണഘടന, സൈന്യം, സ്വാതന്ത്ര്യം എല്ലാം ഇല്ലാതാകണം. ഇത് ശരിയാണെങ്കിൽ അമേരിക്കയുടെ അഭാവം ഒരു രഹസ്യമല്ല, അതൊരു മുന്നറിയിപ്പാണ്. ആ യുദ്ധസമയത്ത് അമേരിക്ക ഒരു രാഷ്ട്രമായി തന്നെ നിലനിൽക്കില്ല. ചിലപ്പോൾ അകത്തുനിന്ന് തന്നെ ഒരു തകർച്ച ഉണ്ടായേക്കാം, അല്ലെങ്കിൽ മൃഗത്തിന്റെ സിസ്റ്റത്തിൽ കീഴടങ്ങി നിൽക്കുമായിരിക്കാം, അല്ലെങ്കിൽ സൂപ്പർ പവർ ആയിട്ടുള്ള ഈ അമേരിക്ക പിന്നീട് ഒന്നുമല്ലാത്ത രീതിയിൽ ചുരുങ്ങിയേക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാകാനാണ് സാധ്യത? ബാബിലോണാണോ, യുവസിംഹങ്ങളാണോ, അല്ലെങ്കിൽ മൃഗത്തിന്റെ സിസ്റ്റത്തെ അനുസരിക്കുന്ന ഒരു രാജ്യമാണോ? സത്യം പറഞ്ഞാൽ ബൈബിൾ നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഉത്തരം പറയുന്നില്ല. അവസാന സമയത്ത് അമേരിക്കയുടെ ഈ അഭാവം തന്നെ ഒരു മുന്നറിയിപ്പാണ്. ഒരു രാഷ്ട്രവും എത്ര വലുതാണെങ്കിലും ശരി, അതിപ്പോ ബാബിലോൺ എന്നില്ല, റോം എന്നില്ല, അമേരിക്ക എന്നില്ല, ഒന്നും ദൈവത്തിന്റെ ന്യായവിധിക്ക് അതീതമല്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.